രമേ മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ് മന്ദര കുങ്കുമണിഞ്ഞൊരുങ്ങ്. എന്തായത്? ചായ. ചായ അല്ല. ഇവിടെയാണോ രമേ പത്രം വെക്കേണ്ടത്? ഈ പത്രം അവിടെ അല്ല. അവിടെ അല്ലല്ലോ. അവിടെ അല്ല. അവിടെ അല്ലേ ഇവിടെ വെക്കുന്നത്? പത്രം ഇവിടെ അല്ലേ വെക്കേണ്ടത്? ചെക്ക് അവിടെയാണോ രമേ ഇരിക്കേണ്ടത്? അവിടെ അല്ലേ ഇരിക്കേണ്ടത്? അല്ലല്ലോ, ഇവിടെ അല്ലേ ഇരിക്കേണ്ടത്? കറക്റ്റ് അവിടെ ഇരിക്കേണ്ടത്. ഇപ്പൊ കറക്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. 10-24 വർഷം കൊണ്ട് രമ എന്റെ കൂടെ നിൽക്കുക. എന്റെ കാര്യങ്ങളും എന്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കാൻ പറ്റില്ലെങ്കിൽ രമ ഗെറ്റ് ഔട്ട്. സാറേ ഞാനൊരു കാര്യം പറയാം. എനിക്ക് നല്ലൊരു പേരുണ്ട്, രമേശൻ. അല്ല സാർ ഇങ്ങനെ രമേ രമേ എന്ന് വിളിക്കരുത്. സാറ് രമേ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ഈ കൊമ്പം ബീച്ച് വെച്ച് പുറത്തോട്ട് പോകുമ്പോ അവരെല്ലാവരും എന്നെ നാട്ടുകാർ രമേ 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 എന്നാ വിളിക്കുന്നത്. എനിക്ക് അത് പറഞ്ഞിട്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ ഒരു രമയെ വിളിച്ചുള്ളൂ. നീ ഒരു 10-35 രമ എന്റെ ഫ്രണ്ട് കിടന്ന് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു രമേ എന്ന് വിളിക്കരുതെന്ന്. ഈ കട്ടിൽ പണി ഒരു മേശിനെ വിളിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഞാൻ ഇന്നലെ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. 2 പ്രാവശ്യം വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു 5-6 പ്രാവശ്യം വിളിക്കണം. അത് വിളിക്കണ്ട. ഞാൻ മേശിലേക്ക് വിളിച്ചിട്ടുണ്ട്. എനിക്ക് വെച്ച് വെള്ളം ചൂടാക്കാൻ നോക്ക്. ഇപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ചൂടായി നിൽക്കുക. അതിനകത്ത് ഇറങ്ങി കുളിച്ചാൽ മതി. രമേ രമേ എന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞേക്കാം. അതെന്തൊരു കസ്റ്റമർ അങ്ങനെ വിളിക്കുന്നത്? പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞാ. ആരാ മനസ്സിലായില്ല? ഞാനാ ശരി. അപ്പൊ ഞാൻ തെറ്റുകാരനോ? അയ്യോ അതല്ല, പിന്നെ ഞാൻ ആശാരി കട്ടിലിന്റെ ഒക്കെ അത് ടട്ടോ അല്ല, കട്ടിൽ പണിയുമ്പോഴായിരുന്നു കൊട്ടു. അതാ എന്റെ കൊട്ട. നല്ല കൊട്ട് കേട്ടോ. എത്ര മണിക്കാ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്? 9 മണിക്ക്. ഇപ്പൊ സമയം എന്തായി? 9:01 ഇവിടെ വരാൻ. എന്തിനാ സാർ? സത്യസന്ധത, പഞ്ച്വാലിറ്റി, ആറ്റിറ്റ്യൂഡ് ഇതെനിക്ക് നിർബന്ധമാ. ആ 2 സാധനം ആദ്യത്തെ ഓക്കെയാണ്. പക്ഷെ 3ാമത്തെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്തോന്ന്? ആറ്റിച്ചാടെന്ന് പറഞ്ഞില്ലേ? എന്തോ സാറേ ഇത്? ഇപ്പൊ വായിന്ന് ഒരു ആറ്റിച്ചാട്ടം വന്നില്ലേ? അതിനെ വിടുവിച്ചതാ. കിട്ടിയില്ല. കിട്ടും എനിക്ക്. ചെയ്യേണ്ടെന്നാണ്? ഇതാ കട്ടില്. ഞാൻ ഇന്ത്യൻ റെയിൽവേ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ സാറേ ഇത്? നേരത്തെ ആറ്റിച്ചാടിയില്ലേ, അതിനങ്ങ് കിട്ടി. സാർ എന്തിനാണ് എന്നെ വിളിച്ചത്? എടോ ഇതില് സംഭവം നമ്മൾ ഉറങ്ങിട്ട് ചാടി എഴുന്നേറ്റ് ഇരിക്കുമ്പോ ഭയങ്കര ആട്ടവാ. അത് ഒറ്റയടിക്ക് ഇങ്ങനെ ചാടി എഴുന്നേക്കുന്നോണ്ടാണ് ഇങ്ങനെ ആടുന്നത്. കുറച്ചു നേരം എഴുന്നേറ്റ് മൈൻഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തല അങ്ങനെ വലുതായിട്ട് ആടത്തില്ല. തല ആടുന്നല്ല, ഈ കട്ടില് ഭയങ്കര ആട്ടമാന്ന്. അപ്പൊ ഇത് വെറും കട്ടിലല്ല, ഇല്ലേ? ആട്ടുകട്ടിൽ. സാറേ കൈ മുറിയും സാറേ. കൈ മുറിഞ്ഞാലും കുഴപ്പമില്ല. ഈ വായിൽ നിന്ന് വന്ന സാധനം എന്റെ വീട്ടിൽ കിടന്ന് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പണിയുടെ കാര്യം നോക്കണോ? പണിയുടെ കാര്യം നോക്കട്ടെ. ഞാൻ ചെല്ലാൻ നോക്കാം. നല്ല തടി. ഞാൻ പട്ടാളത്തിൽ പോയി ഉണ്ടാക്കിയതല്ലേ. ഈ തടിയുടെ കാര്യമല്ല, ഇത് നല്ല ഉഗ്രൻ തടിയെന്ന് പറഞ്ഞതാ. എങ്ങനെ ആവാതിരിക്കും? എന്റെ മുത്തച്ഛനും അച്ഛനും കൂപ്പിൽ നിന്ന് വാങ്ങിയതല്ലേ. പൈസ കൊടുത്ത് മേടിച്ചൂടെ? വല്ലവന്റെ മുന്നിൽ പോയി ഇങ്ങനെ കൂപ്പിക്കണ കാര്യം ഉണ്ടോ? അയ്യോ, ഈ കൂപ്പല്ല, തടിക്കൂപ്പിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഈ കട്ടിലിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? എന്റെ മുതുമുത്തച്ഛൻ ഇത് കിടന്നാ മരിച്ചത്. എന്റെ മുത്തച്ഛൻ ഇത് കിടന്നാ മരിച്ചത്. എന്റെ ഡാഡി ഇത് കിടന്നാ മരിച്ചത്. അപ്പൊ ഇത് കട്ടിലല്ല, വെന്റിലേറ്റർ. വേണോ? വേണ്ട. വെടി വേണോ? അല്ല, വെടി വേണോടാ. എല്ലാത്തിനെയും അങ്ങ് കൊല്ലാതെ ഒരെണ്ണമൊക്കെ എടുക്കാം കേട്ടോ. നീ അതിന്റെ പണി എത്രയാണോ നോക്ക്. പണി ഞാൻ നോക്കട്ടെ സാറേ. ഇതിന്റെ റിഡാപ്സിന് പ്രോബ്ലം ഉണ്ട്. ഓഹോ. പിന്നെ മെഡിലാവ് ബ്ലാങ്കറ്റ് പോയിട്ട് 3-4 ദിവസമായി. ഓഹോ. ഇതിന്റെ റഡാപ്സിനാണ് കുഴപ്പം. റാഡ്സ്. എനിക്ക് തോന്നി പാവം വിശ്വസിച്ചത്. അപ്പൊ ഇത് എത്ര സമയം എടുക്കും പണി തീർക്കാൻ വേണ്ടി? ഇതെന്ന് പറയുന്നത് 1.5 മണിക്കൂർ കൊണ്ട് ഈ സാധനം ഞാൻ പണിഞ്ഞ് റെഡിയാക്കി അങ്ങ് തന്നേക്കാം. 1.5 മണിക്കൂർ മതിയോ? 1.5 മണിക്കൂർ. അഥവാ അല്പം പണി കൂടുകയാണെങ്കിൽ ഉച്ചക്കായാൽ എന്ത് ചെയ്യും? ഊണ് കഴിക്കാൻ ഞാൻ പുറത്തോട്ട്. എന്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ എന്റെ വീട്ടിലെ ഊണ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇവിടുത്തെ ഊണോ? ഉച്ചയാകുമ്പോൾ രമ ഊണും കൊണ്ടുവരും. ഇവിടെ ജോലിക്ക് ഇരിക്കുന്നതാ. ദൈവം പ്രതീക്ഷയുടെ തീനാൾ അങ്ങാണ്ട് അലയടിക്കുന്നു. അഥവാ പണി തീർന്നില്ല എങ്കിൽ ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പണിയും കഴിഞ്ഞിട്ട് ഇയാൾ പോയാൽ മതി. അപ്പൊ ഞാൻ എവിടെ കിടക്കും? രമയുടെ കൂടെ കിടക്കൂ. ദൈവമേ, പ്രതീക്ഷയുടെ തീനാളെ ഇങ്ങ് വന്ന് അണ്ണാക്കി കയറുവാണല്ലേ. രമ എന്തേലും പറയൂ. രമയ്ക്ക് ഒരു കൂട്ടുള്ളത് നല്ലതാ. രമ ഭയങ്കര പേടിയാ കേട്ടോ. ഈ ഇടയ്ക്ക് ഭയങ്കര ഇടിയും മഴയും വന്നു. രമ ഓടി വന്ന് എന്റെ കട്ടിൽ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉറക്കം. നല്ല മഴയുടെ കോളുണ്ട് കേട്ടാ. ഞാൻ ഇവിടെ നിൽക്കാം ഒരു 3-4 ദിവസത്തേക്ക്. മഴ വരുന്നവരെ കാത്തിക്കുന്ന എന്തിനാ? 1.5 മണിക്കൂർ കഴിഞ്ഞ് താൻ പണിയും കഴിഞ്ഞ് പോവുമല്ലോ. താനൊക്കെ പറഞ്ഞാൽ മതിയോ? ഇത് റിഡാപ്സിനൊക്കെ എന്ന് പറഞ്ഞാ ഒരു 2 ആഴ്ചത്തെ പണിയുണ്ട്. ബ്ലാങ്കറ്റ് അതെന്റെ കയ്യെ പോലും നിൽക്കും തോന്നുന്നു. അത് 3 ആഴ്ച എടുക്കും. എങ്ങനെ പോലും ഒരു 3-4 ആഴ്ച ഇവിടെ പണിയേണ്ടി വരും. 4 ആഴ്ചക്കുള്ളിൽ പണി തീർത്ത് തരും. ചെയ്തു തരാം. ഇതാ വീട്ടിലൊരു അതിഥി വന്നാൽ ഒരു കോഫി കൊടുക്കണമെന്ന് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. പ്ലീസ്, one black coffee.
ഓനാമ്പിച്ചി ഒരാഴ്ചയല്ല ഇതാണ് രമേശൻ. രമേശനായി ആ ഇതാ തന്നെ സംഭവം. ആള് ഈ മീശയും തടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടാ പേടിക്കുന്നുള്ള ആള് ഭയങ്കര പാവ. കൊച്ചു പിള്ളേരുടെ മനസ്സല്ലേ. അപ്പൊ രമയല്ല ബാലരമ. ഇയാള് മര്യാദക്ക് പണിയാൻ നോക്ക്. ഞാൻ പണി ചെയ്തോളാം, നിങ്ങൾ കൊടുത്ത് കൂടുതൽ അധികാരം ഒന്നും ചെയ്യണ്ട. അതെ എനിക്ക് തന്നെ കണ്ടിട്ട് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്ത് doubt? എനിക്ക് തന്നെ പോലുള്ള ഒരു പണിക്കാരനല്ല ആവശ്യം. പിന്നെ ഏത് പോലത്തെ പണിക്കാരനാണ്? 24 മണിക്കൂറും തടിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കണം, കാശും വാങ്ങരുത്. അങ്ങനെയുള്ള വല്ല പണിക്കാരുണ്ടോ? അങ്ങനെയുള്ള പണിക്കാർ എന്റെ ഉണ്ട്. ആരാ? പക്ഷേ വിളിച്ചാ വരുമോന്ന് അറിയത്തില്ല. ആരാ? മരം കൊത്തി. വേണ്ട വേണോ? വേണ്ട വേണ്ട വേണോ? വേണ്ട വേണ്ട. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങള് പാരമ്പര്യമായിട്ട് ഈ തടിപ്പണിക്കാരാണ്. ഏതെങ്കിലും ഒരു തടി നമ്മുടെ മൂക്കി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചോണ്ട് പറയുന്നത് ഏത് തടിയെന്ന്. അങ്ങനൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവം. പറയോ? പിന്നെ എങ്കിൽ താൻ കണ്ണടാ തടി എടുത്ത് വെച്ചോട്. നമ്മളിതൊക്കെ അറിയാം. നമ്മളെ അത് കൊള്ളാലോ. ഇത് ഏത് തടിയാ? പ്ലാവും തടി കറക്റ്റ് തന്നെ. ഇതാ മാവും തടി കറക്റ്റ് തന്നെ. അപ്പൊ ഇതാ തേക്കൻ തടി കറക്റ്റ് തന്നെ. ഇതേത് തടി? പാഴ്ത്തടി ഞാൻ പറഞ്ഞ കറക്റ്റാണ്. എന്തെങ്കിലും എടുക്കാനും പിടിക്കാനും ഉണ്ടെങ്കിൽ രമ എവിടെയുണ്ട്? ഞാൻ പുറത്തോട്ട് പോയിട്ട് ഞാൻ എടുക്കാനും പിടിക്കാനും ദൈവത്തെ ഓർത്തോണം. വേറെ നിങ്ങളുടെ കാര്യം നോക്കി നമ്മൾ ഇവിടെ കിടന്ന് പണിയാൻ പോകും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പുള്ളി എങ്ങനെ സഹിക്കണ്? എന്റെ ദൈവമേ, അത് പറഞ്ഞാ ഭയങ്കര പ്രശ്നമാ. 25 വർഷമേ പുള്ളിയോട് ഞാൻ പണിക്ക് വന്നിട്ട്. രാവിലെ എഴുന്നേക്കണം, മുറ്റമടിക്കണം, കാപ്പി തിളപ്പിക്കണം, പുള്ളിയുടെ ഉടുപ്പ് കഴുകണം, ഉച്ചക്ക് ചോറ് വെക്കണം. വൈകുന്നേരം ത്രിസന്ധ്യ സമയമാകുമ്പോ വിളക്കും കത്തിച്ചിട്ട് മനുഷ്യന്റെ നടുവും വെട്ടി ഒരു ഇരിപ്പുണ്ട്. അപ്പൊ 10% ഉള്ളൂ രമേശൻ, 90% രമയാണ്. ഞാൻ പറഞ്ഞേക്കാം. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മര്യാദക്ക് പണി ചെയ്യുമ്പോ ഒരു കാര്യമുണ്ട്. സാറിന് ഇഷ്ടമല്ല ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേൾക്കരുത്. സാറിന് ഇഷ്ടമല്ലത്. അത് വിളിച്ചോ പറഞ്ഞ ഇത് ശബ്ദം കേൾക്കാതെ പണിയാൻ പറ്റൂല. തനിക്ക് ഈ വീട്ടിലെ അവസ്ഥ അറിയാൻ പറ്റാത്തോണ്ടാണ്. ഇവിടുത്തെ ശബ്ദപലകാരം വരെ നിരോധിച്ചിരിക്കുകയാണ് പുള്ളി. ശബ്ദപലകാരം അതേതാ അറിയത്തില്ലേ? മുറുക്ക്, കക്കാവട ഇതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ പപ്പടം പൊള്ളിച്ചു കൊടുത്ത ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞ് പച്ചവെള്ളത്തിൽ മുക്കിയാ തിന്നുന്നത്. അത് കൊണ്ട. അപ്പൊ ഇവിടെ ബാക്കി ആഹാരം കഴിക്കുന്നതൊക്കെ എങ്ങനെ? നിശബ്ദപലകാരം എന്തുവാ? ഇഡ്ഡലി, ബ്രെഡ്, ബണ്ണ് ഇതൊക്കെയാണ് നിശബ്ദ പലകാരം. അങ്ങനെ ആദ്യം എന്താ ഊണോ കുന്തോ ഒക്കെ തരാന്ന് പറഞ്ഞു. ഈ ബ്രെഡ് തിന്നോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പോയി. അപ്പൊ ഉമ്മ കുറച്ചു നേരം റെസ്റ്റ് എനിക്ക്. അയ്യോ അങ്ങനെ ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കുട്ടിക്കാലം ഓർമ്മ. എന്റെ കൈക്കകത്തല്ലേ ഇയാടെ കുട്ടിക്കാലം. അതല്ല നമ്മളില്ലേ നമ്മളിങ്ങനെ ഇരിക്കത്തില്ലേ, ഇങ്ങനെ കൈ ഫ്രണ്ടിലോട്ട് വെച്ചേ, ഇങ്ങനെ വെച്ചേ, ഈ കൈ ഫ്രണ്ടിലോട്ട് വെച്ചിട്ടേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.